നമസ്കാരം. കോവിഡ് കാലത്ത് ലക്ഷക്കണക്കിന് പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. കോവിഡ് കാലത്തെ തൊഴിൽ നഷ്ടവും മടങ്ങിവരവും തിരിച്ചു പോകാനാകാത്ത സാഹചര്യവുമെല്ലാം പ്രവാസികളെ അത്രമേൽ ഉലച്ചു കളഞ്ഞിരുന്നു. കോവിഡിൽ പ്രവാസികൾ മടങ്ങിയെത്തിയതോടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണമയക്കൽ കുത്തനെ കുറഞ്ഞിരുന്നു. 40% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 2020 ഡിസംബറിലെ കണക്കുകൾ അനുസരിച്ച് 2.27 ലക്ഷം കോടി രൂപയായിരുന്നു സംസ്ഥാനത്തെ ബാങ്കുകളിലുള്ള പ്രവാസി നിക്ഷേപം. കോവിഡ് കാലമായിട്ട് മുൻവർഷത്തേക്കാൾ 14% കൂടുതലായിരുന്നു ഇത്. പ്രവാസം അവസാനിപ്പിച്ച് തിരികെ എത്തിയവർ തങ്ങളുടെ സമ്പാദ്യം നാട്ടിലെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായിരുന്നു ഈ വർധനയ്ക്കുള്ള കാരണം. പ്രവാസികളുടെ കാര്യമൊക്കെ അങ്ങനെയാണ്. എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെടുകയോ നാട്ടിൽ തിരിച്ചെത്തുകയോ ഒക്കെ ചെയ്യാം. ബഹ്റൈനിൽ 2024 രജിസ്റ്റർ ചെയ്ത 158 തൊഴിൽ കേസുകളാണ്. 2023 അപേക്ഷിച്ച് തൊഴിൽ കേസുകളിലും തർക്കങ്ങളിലും വർധനയുണ്ടെന്നാണ് സ്വതന്ത്ര ലേബർ യൂണിയൻ ഫെഡറേഷൻ അറിയിച്ചത്. 2024 ഏകദേശം 468 തൊഴിലാളികൾ ഉൾപ്പെട്ട 158 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 2023 127 കേസുകളായിരുന്നു. അന്യായമായ പിരിച്ചുവിടൽ, ശമ്പളം ലഭിക്കാനുള്ള കാലതാമസം, അവകാശങ്ങൾ നൽകാനുള്ള വിസമ്മതം എന്നിവയുൾപ്പെടെ അനവധി പ്രശ്നങ്ങളാണ് തൊഴിൽ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. കേസുകളിൽ 95% വിദേശ തൊഴിലാളികളാണ് ഉൾപ്പെടുന്നതെന്നാണ് സ്വതന്ത്ര ലേബർ യൂണിയൻ ഫെഡറേഷൻ ഫോർ ലേബർ റിലേഷൻസ് ആൻഡ് കംപ്ലയൻസ് അറിയിച്ചിരിക്കുന്നത്. 158 കേസുകളിൽ 51 തൊഴിലാളികളെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടതാണ്. 84 കേസുകൾ അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ നൽകാത്തതും ശമ്പള കാലതാമസവുമായി ബന്ധപ്പെട്ടത്. വ്യത്യസ്ത സ്വഭാവമുള്ള ഏകദേശം 23 കേസുകൾ കൂടി കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സൗഹാർദ്ദപരമായി പരിഹരിക്കാൻ കഴിയാത്ത കേസുകൾ മാത്രമാണ് കോടതികളിലേക്ക് എത്തുന്നത്. 2012 ബഹ്റൈനിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പ്രാദേശികമായും രാജ്യാന്തരവുമായ അനവധി നേട്ടങ്ങൾ സ്വതന്ത്ര ഫെഡറേഷൻ ഇതിനോടകം കൈവരിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ പ്രൊഫഷണൽ തൊഴിലാളികളിൽ നിന്ന് പ്രവാസികളെ നിരോധിക്കാൻ നീക്കം നടക്കുന്നതായി കഴിഞ്ഞ വർഷം വാർത്തകൾ വന്നിരുന്നു. എഞ്ചിനീയറിംഗ്, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം എന്നിവയുൾപ്പെടെ ചില തൊഴിലുകളിൽ നിന്ന് പ്രവാസികളെ നിരോധിക്കാനാണ് പാർലമെന്റിലെ ചില അംഗങ്ങളുടെ നീക്കം. പാർലമെന്റ് സർവീസ് കമ്മിറ്റി വൈസ് ചെയർമാന്റെ നേതൃത്വത്തിൽ 5 എംപിമാരാണ് വിഷയത്തിൽ അടിയന്തര നിർദ്ദേശം ഉന്നയിച്ചത്. ചില മേഖലകളിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായാണിത്. ചില തൊഴിൽ മേഖലകളിൽ നിന്ന് പ്രവാസികളെ പൂർണ്ണമായും നിരോധിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു നിർദ്ദേശം. അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ്, ഹ്യൂമൻ റിസോഴ്സ്, കല, ഇവന്റുകൾ, മീഡിയ, പബ്ലിക് റിലേഷൻസ്, അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, സെക്യൂരിറ്റി, ഡോക്യുമെന്റേഷൻ, കാർഗോ ക്ലിയറൻസ് എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവാസി റിക്രൂട്ട്മെന്റ് നിർത്താനാണ് ഇവർ നിർദ്ദേശിച്ചിരുന്നത്. പുതിയ ബിരുദധാരികൾ, തൊഴിൽ രഹിതരായ 100 കണക്കിന് ബഹ്റൈനികൾ എന്നിവർക്ക് പ്രവാസികളെ ആശ്രയിക്കാതെ ജോലികൾ ഏറ്റെടുക്കാൻ വേണ്ടിയായിരുന്നു ഈ നീക്കം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.